പറഞ്ഞല്ലേ ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, യൂദ നസാറാക്കളെ അല്ലാഹു ശപിക്കട്ടെ. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. റസൂലുള്ളാഹി സ്വന്തം ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എന്റെ ഖബർ ഒരിക്കലും നീ ആരാധനാ കേന്ദ്രമാക്കരുതേ. അല്ലാഹു ഖബൂൽ ചെയ്തു. ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞാൽ ഇനി ആ ഖബർ ഈ ലോകത്തുള്ള ഒരു മഖ്ലൂക്കിന് കാണാൻ പോലും അല്ലാഹു കൊടുക്കൂല. അങ്ങനെ അല്ലാഹു അതിനെ സുരക്ഷിതമായി കെട്ടി ഒതുക്കി. ഇവിടുത്തെ രാജാവ് വിചാരിച്ചാൽ പോലും ഇനി കാണാൻ കഴിയില്ല. അങ്ങനെ അല്ലാഹു കെട്ടി ഒതുക്കി. യൂദന്മാരെന്ത് ചെയ്തു? അത് അവരുടെ പ്രവാചകന്മാർ മരിച്ചപ്പം ആ ഖബറിന്റെ അടുത്ത് പള്ളി ഉണ്ടാക്കി, മഖ്ബറ ഉണ്ടാക്കി, പ്രവാചകന്മാരെ വിളിക്കാൻ തുടങ്ങി. വഖാലത്തിൽ യഹൂദു ഉസൈറുൻ ഇബ്നുല്ലാഹ്, യഹൂദികൾ ഉസൈറിനെ അള്ളാന്റെ മോനാക്കി, നസാറാക്കൾ ഈസ നബിനെ അള്ളാന്റെ മോനാക്കി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചു, എന്റെ ഉമ്മത്തി എന്നെ അങ്ങനെ ആക്കി കളയുമോന്ന്. ആയിഷ ബീവി പറഞ്ഞതാണ്. റസൂലുള്ളാഹി വാക്ക് ആ സമയത്ത് പറയാനുള്ള കാരണം, ഉമ്മത്തിന് എന്നോടുള്ള സ്നേഹത്തിന്റെ കടുപ്പം കൊണ്ട് അവരെന്നെ അങ്ങനെ ആക്കുമെന്ന് പേടിച്ചിട്ടാണ് അള്ളാന്റെ ശാപം ഉണ്ടാവുമെന്ന് ലാസ്റ്റ് പറഞ്ഞിട്ട് പോയത്. മരണത്തിന് തൊട്ട് മുമ്പ് അത്ര പേടിച്ചിട്ടുണ്ട്. കാരണം മുഹബ്ബത്ത് ഒരിക്കലും ആരാധനയിലേക്ക്, അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ അമിതമായി പുകഴ്ത്തരുത്. യൂദ നസാറാക്കൾ ഈസാ നബിനെ പുകഴ്ത്തിയ പോലെ അവരമിതമായി പുകഴ്ത്തി അവസാനം ഈസാ നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്ക് ദീൻ പറഞ്ഞെന്നൊരു വഴിയുണ്ട് അവിടെ, അതിന്റെ അപ്പുറത്തേക്കില്ല. അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ. ബാക്കി പിന്നെ